ഹായ്. മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ ന്യായം ചലഞ്ച് റൂൾസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും കാത്തിരിക്കുകയാണെന്നറിയാം. നമ്മൾ ന്യായം ചലഞ്ച് നടത്താൻ തീരുമാനിച്ചപ്പോൾ എല്ലാവരും വളരെ ആവേശത്തോടെ അതിനെ സ്വീകരിച്ചു. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൃത്യമായിട്ട് പാലിക്കുക എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ ചുമ്മാ നമ്മളിത് എടുത്തു വെച്ചിട്ട് യാതൊരു കാര്യമില്ല. നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കണം. സ്റ്റോക്ക് മാർക്കറ്റിൽ ഇറങ്ങിയപ്പം നിങ്ങൾ പല തീരുമാനങ്ങളും എടുത്താണ് നിങ്ങൾ ഇറങ്ങിയത്. പക്ഷേ ഇതൊന്നും നിങ്ങൾക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റിയിട്ടില്ല. 6 മാസം മുതൽ, ഇപ്പോൾ എന്നെ കേൾക്കുന്ന നിങ്ങൾ 6 മാസം മുതൽ 10 വർഷത്തിന് മേലെ വരെ ആയി ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ശരിയല്ലേ? അപ്പോൾ പക്ഷേങ്കിൽ ഇന്ന് വരെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ പച്ച കത്തിക്കുന്ന കാര്യം ചിലപ്പം അവിചാരിതമായിട്ട് ഒരു മാസം വല്ല പച്ച കത്തിച്ചെങ്കിൽ അതിൻ്റെ അടുത്ത മാസം അതിനേക്കാൾ ഭീകര ലോസ് ഉണ്ടായ ചരിത്രമേ നിങ്ങൾക്ക് പറയാനുള്ളൂ. അപ്പം നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ സ്വന്തമായിട്ട് ചിന്തിച്ചാൽ മതി. നിങ്ങൾ എന്തെല്ലാം സ്ട്രാറ്റജികൾ പരീക്ഷിച്ചു ഇല്ലേ? ഓരോ മാസം ഈ മാസം എനിക്ക് ലാഭം ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് ഞാൻ ഇന്ന സ്ട്രാറ്റജി അല്ല ഇന്ന ക്ലാസ്സിൽ പറഞ്ഞ കാര്യം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു, എല്ലാം പരാജയമായിരുന്നില്ലേ? ഇല്ലേ? ഇപ്പോൾ നിങ്ങളുടെ അവസാനത്തെ ലാസ്റ്റ് ഇത് നിങ്ങൾ കാണും, ഇങ്ങനെ ചിന്തിച്ചാൽ മതി. ഇത് നിങ്ങളുടെ ലാസ്റ്റ് ബസ്സാണ്. ഞാൻ ഈ പറയുന്ന റൂൾസ് കൃത്യമായിട്ട് നിങ്ങൾ പാലിച്ച് ട്രേഡ് ചെയ്യാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ 100% ഗ്യാരണ്ടി പറയുന്നു, ഒരു ഡിസംബർ മാസത്തിൻ്റെ അവസാനം നിങ്ങൾക്ക് നിങ്ങളുടെ പോർട്ട്ഫോളിയോ പച്ച കത്തിച്ച് കാണാൻ പറ്റും. പക്ഷേ റൂൾസ് ഞാൻ ഈ പറയുന്ന കാര്യം കൃത്യമായിട്ട് നിങ്ങൾ പാലിക്കണം. കാരണം നിങ്ങൾ ഒരു മാസം പരീക്ഷിച്ച് നോക്കിയാൽ മതി. വിജയിക്കുകയോ ഇല്ലെന്നുള്ള കാര്യം നിങ്ങൾ ഒരു മാസം നിങ്ങൾ കൃത്യമായിട്ട് പരീക്ഷിച്ച് നോക്കുക. ഓക്കെ, പരീക്ഷിച്ച് നോക്കിയതിന് ശേഷം പരാജയപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇത്രയും നാൾ ചെയ്തതിൻ്റെ കൂട്ടത്തിൽ ഒരു സംഭവം കൂടെ എന്ന് നിങ്ങൾ മാത്രം കണക്കൂട്ടിയാൽ മതി. ഇല്ല, ഇത് നിങ്ങൾക്ക് ഇതിനകത്തിൽ വിന്നിങ് പ്രോബബിലിറ്റി ഉണ്ടോ എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് തുടരാം. ഓക്കെ, അപ്പോൾ ഞാൻ ഒത്തിരി പറഞ്ഞ് നീട്ടുന്നില്ല. അപ്പം എല്ലാവരും ഇത് പറയുന്ന റൂൾസ് അതുപോലെ പാലിക്കാൻ ശ്രമിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും. അപ്പം ഒന്നാമത്തെ റൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് റൂൾസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം മാക്സിമം 2 ട്രേഡ് നിങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ഒരു ദിവസം നിങ്ങൾ മാക്സിമം 2 ട്രേഡ് ചെയ്യാൻ പാടുള്ളൂ. അതിൽ കൂടുതൽ നിങ്ങൾ ട്രേഡ് ചെയ്യാൻ പാടില്ല ഈ ഒരു മാസം. അത് കഴിഞ്ഞ് ബാക്കി കാര്യം നമുക്ക് അന്നേരം തീരുമാനിക്കാം. ഈ ഒരു മാസം നിങ്ങൾ 2 ട്രേഡ് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, മാക്സിമം. അതിൻ്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ട്രേഡിൽ നിങ്ങൾ വിന്നാകുകയാണെന്നുണ്ടെങ്കിൽ, ആദ്യത്തെ ട്രേഡ് നമ്മൾ വിചാരിച്ച അതിൻ്റെ താഴോട്ട് ഞാൻ കാര്യം പറയാം. ഫസ്റ്റ് ട്രേഡ് നിങ്ങൾ വിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ട്രേഡ് നിങ്ങൾ ചെയ്യാൻ പാടില്ല. ഓക്കെ, ഫസ്റ്റ് ട്രേഡ് നിങ്ങൾ വിജയിച്ചാൽ, അന്നത്തെ ടാർഗറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഒരു കാരണവശാലും രണ്ടാമത്തെ ട്രേഡ് ചെയ്യാൻ പാടില്ല. നിർബന്ധമായിട്ടും നിങ്ങൾ കിൽ സ്വിച്ച് ഞെക്കണം. നിങ്ങളുടെ ആപ്ലിക്കേഷനകത്തിൽ കിൽ സ്വിച്ച് ഉണ്ട്. നിങ്ങൾ കിൽ സ്വിച്ച് ആക്ടിവേറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ മാർക്കറ്റ് നോക്കിയിരുന്നു. 1, 2, 3 അക്കൗണ്ട് ഉള്ളവരുണ്ട്. ഈ അക്കൗണ്ട് കിൽ സ്വിച്ച് നോക്കിയിട്ട് അപ്പുറത്തെ അക്കൗണ്ടിൽ പോയി ഈ പണിയെടുക്കരുത്. തെറ്റാണ്. ഇത് ഞാൻ നിങ്ങൾ രക്ഷപ്പെടാനുള്ള മാർഗ്ഗമാണ് ഈ പറയുന്നത്. നിങ്ങൾ പല രീതികളും പരീക്ഷിച്ചു, രക്ഷപ്പെട്ടില്ല. നിങ്ങളിതൊന്ന് ഒരു മാസം ഒന്ന് പരീക്ഷിച്ച് നോക്കുക. നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ലെന്ന് ഒരു പരീക്ഷണം മാത്രം. ഓക്കെ, ഇല്ലെങ്കിൽ പോട്ടെ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, 2 ട്രേഡ്, അതിൽ ഒരു ട്രേഡ് ഫസ്റ്റ് ട്രേഡ് വിജയിച്ചാൽ നിങ്ങൾക്ക് എന്നിട്ട് പിന്നെ നിങ്ങൾ ട്രേഡ് ചെയ്യാൻ പാടില്ല. മാർക്കറ്റിന് എങ്ങോട്ട് പൊട്ടിക്കോട്ടെ, 1000 പോയിന്റ് പൊട്ടിയാലും, അല്ല നിങ്ങൾ ട്രേഡ് എടുത്തതിന് ശേഷം 1000 പോയിന്റ് ഡൗൺ ആയാലും 1000 പോയിന്റ് മേലോട്ട് പോയാലും എങ്ങോട്ട് പോയാലും നിങ്ങളെ ബാധിക്കുന്ന വിഷയമേ അല്ല. കാരണം ഇത്രയും നാൾ അങ്ങനെ സംഭവിച്ചിട്ട് വല്ലതും നടന്നോ? ഒന്നും നടന്നില്ലല്ലോ. നിങ്ങൾ പല പ്രാവശ്യം ട്രേഡ് എടുത്തിട്ട് പിന്നെ മാർക്കറ്റ് അതിനുശേഷം പിന്നെ മുകളിലോട്ട് പോയാൽ താഴോട്ട് പോയ അവസരങ്ങളൊക്കെ ഉണ്ടായിട്ടില്ലേ? പക്ഷെങ്കിൽ എന്നിട്ട് നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റിയില്ല. അപ്പം ആ കാര്യം മറന്നേക്കുക. മാർക്കറ്റ് നാളെ ഇവിടെ ഉണ്ട്. ഓക്കെ, അടുത്ത വർഷം മാർക്കറ്റ് ഇവിടെ കാണും. നമ്മൾ മാർക്കറ്റിൽ നിലനിൽക്കുന്നുണ്ടോ ഇല്ലെന്നുള്ളതാണ് ചോദ്യം. ഞാൻ എപ്പോഴും പറയുന്ന പോലെ, നമ്മൾ ട്രേഡ് ചെയ്യാൻ നാളെ മാർക്കറ്റിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. മനസ്സിലായി പറഞ്ഞത്? അതുകൊണ്ട് ഫസ്റ്റ് 2 ട്രേഡ് ചെയ്യാൻ പാടുള്ളൂ. ഫസ്റ്റ് ട്രേഡ് നമ്മൾ വിജയിച്ചു കഴിഞ്ഞാൽ പിന്നെ അന്ന് ട്രേഡ് ചെയ്യാൻ പാടില്ല. ഇനി ഫസ്റ്റ് ട്രേഡ് നമ്മൾ സ്റ്റോപ്പ് ലോസ് അടിച്ചു എങ്കിൽ നിങ്ങൾക്ക് രണ്ടാമതൊരു ട്രേഡ് കൂടെ ട്രൈ ചെയ്യാം. ആ ട്രൈ ചെയ്യുമ്പോൾ അത് വിജയിച്ചാലും വിജയിച്ചില്ലെങ്കിലും പിന്നെ നിങ്ങൾ വേറൊരു ട്രേഡ് ചെയ്യാൻ പാടില്ല. റിവെഞ്ചിങ് ട്രേഡിലോട്ട് നിങ്ങൾ പോകാനേ പാടില്ല. ഓക്കെ, അതാണ് റൂൾ നമ്പർ 1. ഓക്കെ, ഫസ്റ്റ് ട്രേഡ് നിങ്ങൾ സ്റ്റോപ്പ് ലോസ് അടിച്ചു, സെക്കൻഡ് ട്രേഡ് അപ്പോൾ ഓക്കെ അതിൻ്റെ സ്റ്റോപ്പ് ലോസും ഈ ലാഭം കൂടെ കിട്ടാനെന്ന് പറഞ്ഞ് നിങ്ങൾ നോക്കിയിരിക്കരുത്. ഓക്കെ ഇരിക്കില്ല, അവിടെ ന്യായമാണ്. ആ ന്യായത്തിൻ്റെ കാര്യം ഞാൻ അടുത്തതിനകത്ത് പറയാം. അപ്പോൾ ഇതാണ് കണ്ടീഷൻ. ഓക്കെ, ഫസ്റ്റ് ട്രേഡ്
വിൻ ചെയ്ത് കഴിഞ്ഞാൽ ട്രേഡ് അവസാനിപ്പിക്കുക. അഥവാ സ്റ്റോപ്പ് ലോസ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ട്രേഡ് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. അത് ലാഭമായാലും നഷ്ടമായാലും അവിടെ കൊണ്ട് ട്രേഡ് അവസാനിപ്പിക്കുക. ഓക്കെ, അങ്ങനെ റൂൾ നമ്പർ 1 കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ കാര്യം, നമ്മുടെ രണ്ടാമത്തെ റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ മിഡ് ക്യാപ്പ് നിഫ്റ്റി മാത്രമാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾ ചെയ്യുന്ന ഇൻഡെക്സ് വേണമെങ്കിൽ നിങ്ങൾ പരീക്ഷിക്കാം. എങ്കിലും നിങ്ങൾ ഒരു ലോട്ടിൽ ബിഗിനേഴ്സിനോട് ഞാൻ പറയാം, അതായത് 1 വർഷത്തിൽ താഴെ മാത്രം ട്രേഡിംഗ് എക്സ്പീരിയൻസ് ഉള്ളവരോട് ഞാൻ പറയുന്നു, നിങ്ങൾ ഒരു ലോട്ട് വെച്ച് മാത്രമേ ചെയ്യാവൂ. 1 വർഷത്തിന് മേളിൽ എക്സ്പീരിയൻസ് ഉള്ളവർ നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്തോ. പക്ഷേ കണ്ടീഷൻസ് എല്ലാം ഇത് തന്നെ ആയിരിക്കണം. ബട്ട് 1 വർഷത്തിന് താഴെ മാത്രം എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ, ഇല്ലെങ്കിൽ 2 വർഷത്തിലുള്ളവർക്ക് നിങ്ങൾക്ക് ഇത് സ്വീകരിക്കാം. ഓക്കെ, ഒറ്റ ലോട്ടിൽ മാത്രമേ നിങ്ങൾ ട്രേഡ് ചെയ്യാവൂ, ഒരു ലോട്ട്. ഓക്കെ, ആ ഒരു ലോട്ടിൽ മിഡ് ക്യാപ്പിൽ നിങ്ങൾ ഒരു ലോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 10 മുതൽ 15 പോയിന്റ് വരെ ആയിരിക്കും നിങ്ങളുടെ ടാർഗറ്റ്. മിഡ് ക്യാപ്പിൽ നിങ്ങൾ ട്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 10 മുതൽ 15 പോയിന്റ് വരെ ആയിരിക്കും നിങ്ങളുടെ ടാർഗറ്റ്. അതിനുശേഷം അവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ എക്സിറ്റ് ആകുക. ഓക്കെ, അല്ല നിങ്ങളുടെ 15 മുകളിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രൈസ് നിങ്ങളുടെ ഈ 15 പോയിന്റ് കൊണ്ട് നിങ്ങൾ സ്റ്റോപ്പ് ലോസ് വെക്കുക. ഞാൻ പറഞ്ഞു മനസ്സിലായോ? നിങ്ങളുടെ ടാർഗറ്റ് 10 മുതൽ 15 പോയിൻ്റാണ്. 10-ന് 15-ന് ഇടയ്ക്ക് നിങ്ങൾക്ക് ഇറങ്ങണം. ഇനി അല്ല നിങ്ങൾക്കൊരു കൺവിക്ഷൻ വരുവാണ് ഈ മാർക്കറ്റ് മേലോട്ട് തന്നെ പോകും, അല്ല ഞാൻ വിചാരിച്ച വഴിക്ക് തന്നെ പോകുമെന്ന് അങ്ങനെ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടാർഗറ്റ് 10 മുതൽ 15 പോയിന്റ് അല്ലേ, 10ാമത്തെ പോയിന്റിൽ കിട്ടിയ 10 പോയിന്റിന് അവിടെ കൊണ്ട് സ്റ്റോപ്പ് ലോസ് വെക്കുക. എന്നിട്ട് അതിൻ്റെ വഴിക്ക് വിട്ടേക്കുക. ഓക്കെ, എന്നിട്ട് ട്രയൽ ചെയ്യാൻ നോക്കുക പറ്റുന്നെങ്കിൽ. ആദ്യമൊന്നും പറ്റണം നിർബന്ധമൊന്നുമില്ല, എപ്പോഴും സംഭവിക്കണമെന്നില്ല. പക്ഷേ ഞാൻ പറയുന്നത്, അപ്പം നമുക്ക് നഷ്ടങ്ങളൊന്നും വരുന്നില്ല, ഇല്ലേ? നമുക്ക് നഷ്ടങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ടാർഗറ്റിൻ്റെ അവിടെ കൊണ്ടുപോയി നിങ്ങൾ ഡിസൈഡ് ചെയ്ത ടാർഗറ്റിൻ്റെ അവിടെ സ്റ്റോപ്പ് ലോസ് കൊണ്ട് മാറ്റി വെച്ചതിന് ശേഷം ട്രേഡ് വിടുക. അപ്പോൾ ഒന്നെങ്കിൽ പൊയ്ക്കോട്ടെ, നിങ്ങൾ എത്ര കിട്ടുന്നോ അത്രയും കിട്ടിക്കോട്ടെ. ഓരോ 10 പോയിന്റ് കഴിയുമ്പോൾ നിങ്ങൾ 10 പോയിന്റ് മേലോട്ട് കയറ്റി വെക്കുക സ്റ്റോപ്പ് ലോസ്. മനസ്സിലായി പറഞ്ഞു? 10 പോയിന്റ് നിങ്ങളുടെ 10 പോയിന്റ് സ്റ്റോപ്പ് ലോസ് നിങ്ങളുടെ ടാർഗറ്റ് വന്നു. അവിടുന്ന് ശേഷം മാർക്കറ്റ് വീണ്ടും മേലോട്ട് പോകുന്നു. അപ്പം നിങ്ങൾ ഈ ടാർഗറ്റിന് അവിടെ നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് കൊണ്ട് വെക്കുന്നു. അവിടുന്ന് വീണ്ടും മാർക്കറ്റ് 10 പോയിന്റ് പോയെങ്കിൽ വെയിറ്റ് ചെയ്യുക. ആ 10 പോയിന്റ് പിന്നെ മേലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത 10 പോയിന്റ് കൊണ്ട് നിങ്ങൾ സ്റ്റോപ്പ് ലോസ് വെക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ മൊത്തത്തിൽ എക്സിറ്റ് ആകും. ഇതാണ് നിങ്ങൾക്ക് അവിടെ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ. ഓക്കെ, അപ്പം ടാർഗറ്റ് എങ്ങനെയാണെന്ന് കാര്യം മനസ്സിലായല്ലോ. ഇനി സ്റ്റോപ്പ് ലോസ് ആണെന്നുണ്ടെങ്കിൽ 10 പോയിൻ്റാണ് നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ്. മിഡ് ക്യാപ്പിൽ 10 പോയിൻ്റ് ആയിരിക്കണം നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ്. ഓക്കെ, അപ്പം ഇതാണ് നിങ്ങളുടെ ടാർഗറ്റിൻ്റെ കണ്ടീഷൻ. ഓക്കെ, നിഫ്റ്റിയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 20 മുതൽ 30 പോയിന്റ് വരെ, നിഫ്റ്റിയിലാണെങ്കിൽ നിങ്ങൾക്ക് 20 പോയിന്റ് മുതൽ 30 പോയിന്റ് വരെ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം. 30 പോയിന്റ് പ്രീമിയത്തിൻ്റെ കാര്യം ഞാൻ പറയുന്നത് കേട്ടോ. അതായത് ഇപ്പോൾ 100 രൂപയുടെ പ്രീമിയം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 120 മുതൽ 130 രൂപ വരെ വെയിറ്റ് ചെയ്യാം. നിങ്ങളുടെ ടാർഗറ്റ്, നിങ്ങളുടെ സ്റ്റോപ്പ് ലോസും ആ 20 പോയിന്റ് ആയിരിക്കും. 20 പോയിന്റ്, 20 അല്ലെങ്കിൽ 25 പോയിന്റ്, മാക്സിമം ടു മാക്സിമം 20 to 25 പോയിന്റ്സ് ആയിരിക്കും നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ്. നിങ്ങളുടെ ടാർഗറ്റ് 20 മുതൽ 30 പോയിന്റ് വരെ ആയിരിക്കും. ഓക്കെ, ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ വിചാരിച്ച ടാർഗറ്റ് 20 മുതൽ 30 പോയിന്റ് വരെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൈസ് കൊണ്ടുവന്ന് നിങ്ങൾക്ക് ആ ടാർഗറ്റിൽ കൊണ്ടുവെക്കാം. എസ് എൽ കൊണ്ടുപോയി ടാർഗറ്റ് വെക്കുക. അതായത് ഇപ്പം നിങ്ങൾ 100 രൂപയുടെ പ്രീമിയം വാങ്ങിച്ചു, ഇത് ഒരു 130 രൂപ വരെ പോയെന്ന് വിചാരിച്ചു. 130 രൂപ വരെ പോയി കഴിഞ്ഞാൽ 120 കൊണ്ടുപോയി നിങ്ങളുടെ എസ് എൽ വെക്കുക. 120 കൊണ്ടുപോയി എസ് എൽ വെച്ചിട്ട് മാർക്കറ്റിന് വിട്ടേക്കുക. അതെങ്ങോട്ടെങ്കിലും പൊക്കോട്ടെ. കിട്ടിയാൽ കിട്ടി, ഇല്ലെങ്കിൽ നമുക്ക് 20 പോയിന്റ് കിട്ടിയല്ലോ, ഇല്ലേ? ഒരു ലോട്ടിൽ നിങ്ങൾക്ക് 500 രൂപ എന്തായാലും കിട്ടി. 100 രൂപയുടെ പ്രീമിയം എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ 100 രൂപയ്ക്ക് എത്ര? 2500 രൂപയാണ് നിഫ്റ്റിയുടെ ഒരു ലോട്ടിന്. 2500 രൂപ. ആ 2500 രൂപയ്ക്കകത്ത് നിങ്ങൾക്ക് 500 രൂപ കിട്ടിയെങ്കിൽ മോർ ദാൻ ഇനഫ്. ഓക്കെ, 20% ആയി നിങ്ങളുടെ പ്രോഫിറ്റ്. മനസ്സിലായി? നമ്മളെപ്പോഴും പ്രോഫിറ്റ് പെർസെൻറ്റേജിലാണ് കണക്ക് കൂട്ടേണ്ടത്. ഓക്കെ, അപ്പം അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ കാര്യം മനസ്സിലായല്ലോ. നിങ്ങളുടെ ഇപ്പോൾ ടാർഗറ്റ് എങ്ങനെ സെറ്റ് ചെയ്യുന്നത് മനസ്സിലായി, സ്റ്റോപ്പ് ലോസ് എങ്ങനെ സെറ്റ് ചെയ്യുന്നത് മനസ്സിലായി. ഇനി അടുത്ത കടമ്പ, ട്രേഡിൽ എൻട്രി ചെയ്യുമ്പോൾ എപ്പോഴും ഒരു റൂൾ നമ്പർ 3 ആണ് പറയുന്നത്. നമ്മളൊരു ട്രേഡിൽ എൻട്രി ചെയ്യുമ്പം ഒരു സപ്പോർട്ടിന് വേണ്ടിയോ ഒരു റെസിസ്റ്റൻസിന് വേണ്ടിയോ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഒരു കാരണവശാലും ഞാനിന്ന് ലെവലുകൾ നിങ്ങൾക്ക് തരാറുണ്ട്. ആ ലെവലുകൾ വരുമ്പോൾ ഒന്നുകിൽ ഒരു സപ്പോർട്ട്, ഇല്ലെങ്കിൽ ഒരു റെസിസ്റ്റൻസ്. ഇവിടെ രണ്ടിടത്ത് വരുമ്പോൾ മാത്രമേ നിങ്ങൾ ട്രേഡിൽ എൻട്രി ആകാവൂ. അല്ലാതെ ഒരു കാരണവശാലും രാവിലെ മാർക്കറ്റ് അങ്ങോട്ട് തുറക്കുമ്പോഴോ അല്ലെങ്കിൽ ഈ ഇടയ്ക്കിട്ടോ ഒരു കാരണവശാലും നിങ്ങൾ ട്രേഡ് എടുക്കല്ലേ. കഴിവതും
നിങ്ങൾ PE നോക്കുമ്പം ഒരു റെസിസ്റ്റൻസ് ലെവലിലെത്തി അവിടെ മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു നോക്കിയിട്ട് മാത്രമേ നിങ്ങൾ അവിടെ നിന്ന് ഒരു PE ട്രേഡ് എടുക്കാവൂ. അപ്പോൾ നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് വളരെ കുറവായിരിക്കും. അതിൻ്റെ തൊട്ട് മുകളിൽ ഏതെങ്കിലും ഒരു ഹൈ നിങ്ങൾ മാർക്ക് ചെയ്തിട്ടായിരിക്കും നിങ്ങൾ അവിടെ നിന്നൊരു ട്രേഡിനെ പറ്റി നിങ്ങൾ പ്ലാൻ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ താഴെ നിങ്ങൾ ട്രേഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സപ്പോർട്ടിൽ വന്നിട്ട് ഒന്ന് സസ്റ്റെയിൻ ചെയ്ത് സപ്പോർട്ടിൽ ഒന്ന് ചെറിയൊരു കൺസോൾട്ടേഷൻ വന്നതിന് ശേഷം മാർക്കറ്റ് ഒരു നല്ല ഒരു 5 മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ അവിടെ ഗ്രീൻ ക്യാൻഡിൽ ക്ലോസിങ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്നൊരു ട്രേഡ് എടുക്കാം. അപ്പോഴും അതിൻ്റെ താഴത്തെ ആ സപ്പോർട്ട് ലൈൻ്റെ താഴത്തെ ഒരു ലോ ലെവലായിരിക്കണം നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ്. അത് എപ്പോഴും നിങ്ങൾ നോക്കുമ്പോൾ കഴിവതും നിങ്ങൾ ആ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, പോയെങ്കിൽ പൊയ്ക്കോട്ടെ, എല്ലാ ദിവസവും പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഓക്കെ, അതിനിടെ ഗ്രൂപ്പിൽ ഹെൽപ്പ് ചെയ്യാൻ ഞാനുണ്ട്. അപ്പം എന്നെക്കൊണ്ട് കഴിയാവുന്ന എല്ലാ സഹായങ്ങളും ഞാൻ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് തരും. ഓക്കെ, ആ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇതിൻ്റെ താഴെ വെച്ചേക്കാം. എന്നെക്കൊണ്ട് പറ്റുന്ന സഹായങ്ങളെല്ലാം ഞാൻ അവിടെ ചെയ്യാം. ഓക്കെ, നിങ്ങൾ വിജയിക്കേണ്ടത് എൻ്റെയും കൂടെ ഒരു ഉത്തരവാദിത്തമാണ്, ഞാനിത് നിങ്ങളോട് പറയുന്നുള്ളൂ. അപ്പം എപ്പോഴും നമ്മൾ ട്രേഡ് നമ്മൾ എൻട്രി എടുക്കുമ്പം ഒരു സപ്പോർട്ടിൽ നിന്നോ റെസിസ്റ്റൻസിൽ നിന്നോ നമ്മൾ ഒരു ട്രേഡിന് എൻട്രി എടുക്കാൻ നമ്മൾ ശ്രമിക്കുക. ഓക്കെ, ഇതിനെല്ലാം പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ട്രേഡ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ, ട്രേഡ് പ്രോഫിറ്റിലെത്തി നമ്മൾ എക്സിറ്റ് ആയി കഴിഞ്ഞാൽ കിൽ സ്വിച്ച് ആക്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിനുശേഷം നാട് മുഴുവൻ ഗ്രൂപ്പായ ഗ്രൂപ്പ് മുഴുവൻ കയറി ഇറങ്ങി അവിടെ എന്താ ഇവിടെ എന്താ എന്ന് പറഞ്ഞ കണക്ക് കയറി ഇറങ്ങി നടന്നു കഴിഞ്ഞാൽ നിങ്ങളെ കിട്ടിയ കാശ് ഇവിടെ പോകത്തേ ഉള്ളൂ. അങ്ങനെ നിങ്ങൾക്ക് പല അനുഭവങ്ങളുണ്ട്. കഴിവതും നമ്മുടെ എൻ്റെ മറ്റേ ഗ്രൂപ്പിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, അത് കഴിവതും നമ്മൾ ഒരു 10 മണി 11 മണി ആകുമ്പോൾ നമ്മുടെ ട്രേഡുകളെല്ലാം അവസാനിപ്പിച്ച് നമ്മൾ പരിപാടി നിർത്തും. പക്ഷെങ്കിൽ അത് കഴിഞ്ഞിട്ടും പിന്നെ ഈ പറഞ്ഞ പോലെ ഇഷ്ടംപോലെ ഗ്രൂപ്പുകളുണ്ടല്ലോ, ഗ്രൂപ്പായ ഗ്രൂപ്പെല്ലാം കയറി നമ്മൾ ഈ ആട് വഴി കൂടെ പോകുമ്പോൾ കണ്ടില്ലേ, ആ പച്ചലയും കടിച്ച് ഈ പച്ചലയും കടിച്ച് ആ വേലിക്കല ഇലയും കടിച്ച് ഈ വേലിയിലെ ഇലയും കടിച്ച് ഇങ്ങനെ കടിച്ച് ആടിങ്ങനെ മുന്നോട്ട് എന്ന് പറഞ്ഞ പോലെ നമുക്ക് നമ്മൾ ഒരു ഗ്രൂപ്പ് കൂട്ടിക്കഴിഞ്ഞാൽ അടുത്ത ഗ്രൂപ്പിൽ ഇങ്ങനെ കയറി അപ്പുറത്തെ ഗ്രൂപ്പിൽ കയറി അവിടെ എന്തുണ്ട് ഇവിടെ എന്തുണ്ടെന്ന് എല്ലാം കയറി ഇറങ്ങി അവിടെയുള്ള സ്റ്റോപ്പ് ലോസും എല്ലാം കൊടുത്ത് കിട്ടിയ പൈസയും പോക്കറ്റിൽ കിടന്ന പൈസയും എല്ലാം കൊടുത്തിട്ടായിരിക്കും അവസാനം തിരിച്ച് വീട്ടിൽ കയറുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ടാർഗറ്റ് കിട്ടിക്കഴിഞ്ഞാൽ 10 മുതൽ 15 പോയിന്റ് വരെ മിഡ് ക്യാപ്പിലും നിഫ്റ്റിയിൽ 20 മുതൽ 30 പോയിന്റ് വരെ കിട്ടിക്കഴിഞ്ഞാൽ അന്നത്തെ ട്രേഡ് നിങ്ങൾ അവസാനിപ്പിക്കണം. ഒരു ലോട്ടിൽ അന്നത്തെ ട്രേഡ് നിങ്ങൾ അവസാനിപ്പിക്കുക, കിൽ സ്വിച്ച് ഞെക്കുക, നിങ്ങൾ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റിക്ക് പോവുക. ഇല്ലെങ്കിൽ നിങ്ങൾ ട്രേഡ് ചാർട്ട് വേണം ശ്രദ്ധിച്ചോ, ചാർട്ടിന് അതിലെങ്ങനെ ആക്ഷനൊക്കെ എങ്ങനെ നടക്കുന്നുള്ളത് നിങ്ങൾക്ക് വാച്ച് ചെയ്യാം. പക്ഷേ ഒരു കാരണവശാലും നിങ്ങൾ ട്രേഡ് ചെയ്യാൻ പാടില്ല. പിന്നെ ഞാനാണെങ്കിൽ ഒരു ഗ്രാഫിനകത്തിൽ ഒന്നുകൂടെ ഞാൻ ആ എൻട്രി എക്സിറ്റ് എങ്ങനെയാണ് എടുക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഒത്തിരി പേര് ചോദിച്ചു അത് എങ്ങനെയാണ് ലെവലിൽ എൻട്രി ആൻഡ് എക്സിറ്റ് എടുക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഒന്നുകൂടെ കറക്റ്റായിട്ടൊരു എൻട്രി ഒരു എക്സിറ്റും എങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, എങ്ങനെയാണ് ഒരു എൻട്രി എക്സിറ്റ് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, ഇതിനകത്തിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇവിടെ ഇപ്പോൾ നാളത്തെ നിഫ്റ്റിയുടെ ചാർട്ടായി കാണുന്നത്. ഓക്കെ, ഇതിനകത്തിൽ ഇപ്പം ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത് ഇതിന് മുകളിലാണ് നമുക്കൊരു എൻട്രി ഇല്ലേ. ഇപ്പോൾ നാളെ രാവിലത്തെ മാർക്കറ്റ് കണ്ടീഷൻ നമ്മൾ നോക്കണം. നാളത്തെ രാവിലത്തെ മാർക്കറ്റ് കണ്ടീഷൻ എങ്ങനെയാണ്, ഇതിനകത്ത് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങോട്ട് ബ്രേക്ക് ചെയ്ത് ഇവിടെ ഫ്ലാറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം മാർക്കറ്റ് എന്ത് ചെയ്യും, ഇവിടുന്ന് ഇങ്ങനെ പതുക്കെ മേലോട്ട് പോകുന്ന വിചാരിച്ചു. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു 5 മിനിറ്റ്സ് ക്യാൻഡിൽ നമുക്ക് ക്ലോസിങ് കിട്ടണം. ഓക്കെ, ഒരു 5 മിനിറ്റ്സ് ക്യാൻഡിൽ സ്ട്രോങ് ക്ലോസിങ് കിട്ടിക്കഴിഞ്ഞാൽ ഇതിപ്പം ഒരു ക്യാൻഡിൽ ഇങ്ങനെ വരുന്നു വിചാരിച്ചോ, ഇങ്ങനെ വരുന്നു വിചാരിച്ചു. ഓക്കെ, ഇവിടെ ഇങ്ങനെ ചെറിയൊരു വിക്കുണ്ട് സമയിച്ചു, ഇവിടെ ഇങ്ങനെ വിക്കുണ്ട് വിചാരിച്ചു. ഇങ്ങനെയാണ് ക്ലോസിങ് കിട്ടുന്നെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, ഇവിടെ നമ്മളൊരു എൻട്രി എടുക്കും. ഇവിടെ ഒരു എൻട്രി എടുത്തതിന് ശേഷം നമ്മൾ ഇവിടെ ഇത് സ്റ്റോപ്പ് ലോസ് ആയിരിക്കും ഇല്ലേ, ഇതിനോ അല്ലെങ്കിൽ ഒരു ശകലോടെ താഴെയോ. ഓക്കെ, നമ്മളൊരു സ്റ്റോപ്പ് ലോസ് എടുക്കുന്നു, എന്നിട്ട് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നു, ഇവിടെ ഒരു എൻട്രി എടുക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ എൻട്രി എടുക്കുമ്പോൾ നമ്മൾ ഈ വോളിയം കൂടെ ഒക്കെ നോക്കണം കേട്ടോ. ഇത് നല്ല സ്ട്രോങ് വോളിയം ആണോ, നമ്മൾ ഈ ഒരു എൻട്രി എടുക്കുമ്പോൾ അതിന് പല ആസ്പെക്ട്സ് ഉണ്ട്. ഓക്കെ, ചുമ്മാ ചാടിക്കറി എൻട്രി എടുക്കില്ല. അപ്പോൾ നമ്മൾ നോക്കണം അവിടെ വോളിയം കൂടെ കുറച്ച് സ്ട്രോങ് ആണോ, അതോ ചുമ്മാ ചെറിയ വോളിയത്തിന് വലിയ ക്യാൻഡിലാണോ വീണത് എന്നൊക്കെ നമ്മൾ നോക്കണം. അതിനെപ്പറ്റി ഞാനൊരു വീഡിയോ വേറെ ചെയ്യാം ഈ വോളിയത്തിനെ പറ്റി. അപ്പം തൽക്കാലം നിങ്ങൾ സ്ട്രോങ് വോളിയം ക്യാൻഡിൽ ഉണ്ടോ നിങ്ങൾ നോക്കണം. എന്നിട്ട് മൊമെൻ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു എൻട്രി എടുക്കുക. അപ്പോൾ നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെ ആയിരിക്കും. ഇപ്പോൾ ഇവിടെ സ്റ്റോപ്പ് ലോസ് വരുമ്പോൾ ഏകദേശം ഒരു 15-20 നിഫ്റ്റിയിലാണെങ്കിൽ ഒരു 20 പോയിൻറ്റിൻ്റെ സ്റ്റോപ്പ് ലോസ് ആയിരിക്കും നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത്. അതായത് ഒരു 500 രൂപയുടെ റിസ്ക്. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, എൻട്രി പോകുന്നു. പിന്നെ അടുത്ത ക്യാൻഡിൽ ഇവിടുന്ന് സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ അടുത്ത ക്യാൻഡിൽ പിന്നെ ഇങ്ങനെ വീഴും അങ്ങ് പോകുന്ന വിചാരിച്ചു. അല്ലെങ്കിൽ താഴോട്ട് അല്ലെങ്കിൽ ഇങ്ങനെ വന്നിട്ട് പിന്നെ ഇങ്ങനെ മേലോട്ട് ഇങ്ങനെ കയറിപ്പോകുന്ന വിചാരിച്ചു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 20 പോയിൻ്റ് അല്ലെങ്കിൽ ഒരു
20-25 പോയിന്റ് നമുക്ക് ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞാൽ, അല്ല 30 പോയിന്റ്സ് നമ്മൾ ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകിൽ നിങ്ങളവിടെ എക്സിറ്റ് ആകുക. ഓക്കെ, 30 പോയിന്റ് നിങ്ങളവിടെ ട്രേഡ് എക്സിറ്റ് ആകുക. അല്ല, നിങ്ങൾ റിസ്ക് എടുക്കുക, നിങ്ങൾക്ക് ഒരു മനസ്സിലൊരു ഇതുണ്ട്, ഇത് അല്ല മാർക്കറ്റ് ഇവിടെ നല്ല സ്ട്രോങ് ആണ്, എല്ലാ സെറ്റപ്പും ഓക്കെയാണ്, മാർക്കറ്റ് മുകളിലോട്ട് പോകും എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രൈസ്, നിങ്ങളുടെ ഇപ്പോൾ പ്രൈസ് എന്ത് ചെയ്യണം, ഒരു 20 to 30 അല്ലേ പറഞ്ഞേ, 20-ലോ 15-ലോ 15 to 20-ൽ നിങ്ങൾ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യണം, നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് കൊണ്ട് വെക്കണം. ഇവിടെയാണ് നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് ഇരിക്കുന്നത്. ആ സ്റ്റോപ്പ് ലോസ് നിങ്ങൾ കൊണ്ട് ഇവിടെ വെക്കണം. ഇവിടെ ഈ 10-15 പോയിന്റ് നിങ്ങൾക്ക് ഗെയിൻ കിട്ടിയില്ലേ, ആ ഏരിയയിൽ കൊണ്ട് നിങ്ങൾ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യണം. അതിനുശേഷം മാർക്കറ്റ് മേലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, അതിനനുസരിച്ച് ഈ സ്റ്റോപ്പ് ലോസ് നിങ്ങൾ മേലോട്ട് കയറ്റി വെക്കുക. അല്ല, നിങ്ങൾ റിസ്ക് ഒന്നും എടുക്കുന്നില്ല, രാവിലെ തന്നെ പരിപാടി അവസാനിപ്പിച്ച് പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 30 പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ട്രേഡ് അവസാനിപ്പിച്ച് പരിപാടി നിർത്തി വീട്ടിൽ പോവുക. ടെൻഷൻ അടിച്ച് ഇരിക്കേണ്ട യാതൊരു കാര്യമില്ല. ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായോ? പറഞ്ഞത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എൻട്രി നോക്കുക. ഇവിടെ ഒരു എൻട്രി കിട്ടുന്നുണ്ടെന്ന് നോക്കുക. എൻട്രി കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് നിങ്ങൾ ട്രേഡ് എടുക്കുക. അതിനുശേഷം മാർക്കറ്റ് ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, പൊയ്ക്കോട്ടെ. ഇപ്പോൾ നമുക്ക് ഇവിടെ എൻട്രി കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വരെ ആകുമ്പോഴത്തേക്ക് ഒരു 30 പോയിന്റ് കിട്ടും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് കൊണ്ട് ഇവിടെ വെച്ചിട്ട് നിങ്ങൾക്ക് ട്രേഡ് വിടുക. മേലോട്ട് പോകുന്നെങ്കിൽ നമുക്ക് മാക്സിമം ക്യാപ്ചർ ചെയ്യാം. എനിവേ, ഈ പോയിന്റ് എത്തുന്നതിന് മുമ്പേ നിങ്ങൾ ഇറങ്ങിയേക്കണം. ഓക്കെ, ഈ പോയിന്റ് എത്തുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഇറങ്ങിയേക്കണം. നിങ്ങൾക്ക് എന്തായാലും ഒരു 50-60 പോയിന്റ് കിട്ടും എത്തിയാൽ. ഓക്കെ, ഇത് മുകളിലോട്ട് പോകുന്ന സിനാരിയോ, കാര്യം മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി താഴോട്ട് വരുന്ന സിനാരിയോ ഞാൻ പറഞ്ഞുതരാം. താഴോട്ട് വരുന്നത് ഇതിപ്പോൾ നാളെ ചിലപ്പോൾ സപ്പോസ് ഒരു ഗ്യാപ്പ് ഡൗൺ ആണെന്ന് വിചാരിച്ചു. സപ്പോസ് ഒരു ഗ്യാപ്പ് ഡൗൺ ആണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ചിലപ്പം ഈ ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഇവിടെ താഴെ ഒരു 5 മിനിറ്റ്സ് ക്യാൻഡിലെ ക്ലോസിങ് കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ട്രേഡ് എടുക്കാം. നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് ഇവിടം വരെ വരും ഇല്ലേ. ഇനി ഇത് ഇപ്പോൾ ഇവിടെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാര്യമില്ല. ഇനിയിപ്പോൾ എന്ത് സംഭവിക്കുന്നത്, ഇനിയിപ്പോൾ നാളെ ഇവിടെ ഗ്യാപ്പ് അപ്പാന്ന് വിചാരിച്ചു. 2 കാര്യം, നാളത്തെ കാര്യം മാത്രമല്ല, നിങ്ങൾ അങ്ങോട്ടുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട കാര്യം, അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. നാളെ ഗ്യാപ്പ് അപ്പാണ്, ഇവിടെയാണ് ഓപ്പൺ ചെയ്യുന്നത് വിചാരിച്ചു. ഇവിടെയാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ഈ സിനാരിയോ ഫുൾഫിൽ ചെയ്തില്ല ഇല്ലേ. ഇവിടുന്ന് നമുക്ക് എൻട്രി. അപ്പോൾ ഒന്നുകിൽ മാർക്കറ്റ് ഇവിടെ വരെ വന്നിട്ട് തിരിച്ചു പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഈ മാർക്കറ്റ് ഇവിടെ തിരിച്ച് വന്ന് ഇവിടെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടോ നോക്കണം, അതോ പൊട്ടി താഴെ പോവാണെന്ന് നോക്കണം. മനസ്സിലായി പറഞ്ഞേ? അപ്പോൾ ഇവിടെ വന്ന് സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇവിടുന്ന് ഒരു ബുള്ളിഷ് മൊമെൻറ്റമാണ്, ഗ്രീൻ ക്യാൻഡിൽ കാണുന്നു, നല്ല മുകളിലൊക്കെ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് എൻട്രി എടുക്കാം. ഇവിടെ നല്ല എൻട്രി എടുക്കണ്ടേ, മനസ്സിലായോ? ഇനി അല്ല, ഇത് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ ഓപ്പൺ ചെയ്തതിന് ശേഷം മാർക്കറ്റ് അങ്ങ് മേലോട്ട് പോവുക. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾ ഈ പോയിന്റ് നോക്കണം. ഈ പോയിന്റിൽ ഇത് ക്രോസ് ചെയ്ത് പിന്നെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെന്ന് നോക്കണം. സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് അങ്ങോട്ട് എൻട്രി എടുക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ തട്ടി തിരിച്ച് വരുവാണെന്ന് നോക്കണം. അപ്പോൾ ഇവിടെ ഈ ഏരിയ നമ്മൾ നോക്കണം, വാച്ച് ചെയ്യണം ക്ലോസ് ആയിട്ട്, അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് നമ്മൾ കാര്യം നോക്കിയിട്ട് വേണം നമ്മളവിടെ ട്രേഡ് പ്ലാൻ ചെയ്യാൻ. സാവകാശം മാത്രം ട്രേഡ് എടുക്കാവൂ, ചാടിക്കയറി ഒരിക്കലും ഒരു ട്രേഡ് എടുക്കാൻ പാടില്ല. ഇനി ഇതുപോലെ തന്നെ താഴത്തെ സിനാരിയോ, ഇവിടെ ഓപ്പൺ ചെയ്ത് കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഇത് ഓക്കെ. അല്ല, ഇവിടെ ഗ്യാപ്പ് ഡൗൺ ആണ്. ഈ ഗ്യാപ്പ് ഡൗൺ ആണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നു, ഇവിടെ നേരെ തിരിച്ച് കയറി ഇവിടെ സപ്പോർട്ട് റെസിസ്റ്റൻസ് എടുത്ത് തിരിച്ച് വരുവാണോ നോക്കണം. ഇല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് ഇവിടെ തിരിച്ച് കയറുമോ നോക്കണം. അല്ല, ഇത് ബ്രേക്ക് ചെയ്തായിട്ട് പോകാൻ നോക്കണം. ഈ 3 കാര്യം നോക്കിയിട്ട് മാത്രമേ നമുക്ക് ഇതിനകത്തൊരു എൻട്രിയെ പറ്റി ചിന്തിക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് കാര്യം ഏകദേശം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ വീഡിയോ പിന്നെ അങ്ങ് നീണ്ടുപോകും. അപ്പം എല്ലാവർക്കും വിജയാശംസകൾ. എല്ലാവരും വിജയിക്കണം. ഇത് എല്ലാവരും ഈ റൂൾസ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യണം. ഫോളോ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് എല്ലാവർക്കും വിജയാശംസകൾ. ഓക്കെ, താങ്ക് യു ഓൾ.